നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെനറ്റിലേക്കുള്ള നോമിനേഷനെതിരെയുള്ള കോടതി വിധിയെക്കുറിച്ച് പ്രതികരിക്കാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കോടതിക്ക് അതിൻ്റെതായിട്ടുള്ള പരിഭാവനത ഉണ്ട് എന്നും അപ്പീല് പോകുന്ന കാര്യത്തിലടക്കം പ്രതികരിക്കുന്നില്ല എന്നുമാണ് ഗവർണർ പറഞ്ഞത്. തദ്ദേശ വാർഡ് പുനർസംഘടനാ ഓർഡിനൻസ് മടക്കിയത് സാങ്കേതിക നടപടിയാണ് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതിയില്ലാതെ ഓർഡിനൻസ് പരിഗണിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഗവർണറുടെ തീരുമാനത്തോടുകൂടി സർക്കാർ വെട്ടിലായി. ഓർഡിനൻസിൽ അനുമതി ലഭിക്കാതെ നിയമസഭാ സമ്മേളനം വിളിക്കാനാകാത്തതിനാൽ സർക്കാർ വെട്ടിലായിരിക്കുകയാണ്. പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നാണ് തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച് തീരുമാനം എടുത്തത്. ഗവർണറുടെ വിയോജിപ്പോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ തുടങ്ങിയിട്ടുള്ളത്. 1994 കേരള പഞ്ചായത്ത് രാജ്, കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനാണ് 2 ഓർഡിനൻസുകൾ ഉള്ളത്. ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾ 2011 ജനസംഖ്യാ അനുപാതമായി വാർഡുകളും അതിർത്തികളും പുനർനിർണയിക്കും. 2021 സെൻസസ് നടക്കാത്തതിനാലാണ് 2011 ജനസംഖ്യ അടിസ്ഥാനമാകുന്നത്. 1 വർഷത്തിനകം നടപടികൾ പൂർത്തിയാക്കാനാണ് സർക്കാർ തലത്തിൽ ധാരണ. പൊതു തെരഞ്ഞെടുപ്പ് നടത്തി 2025 ഡിസംബറിൽ പുതിയ തദ്ദേശ ജനപ്രതിനിധികൾ അധികാരമേൽക്കുന്നത് പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിലാകും. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 13 മുതൽ 23 വരെ വാർഡുകൾ ഉള്ളത് ഓർഡിനൻസുകൾ വരുന്നതോടുകൂടി 14 മുതൽ 24 വരെയാകും. ജില്ലാ പഞ്ചായത്തുകളിൽ 16 മുതൽ 32 വരെ, ഡിവിഷനിൽ എന്നതിൽ 17 മുതൽ 33 വരെയാകും. നഗരസഭയിൽ 25 മുതൽ 52 വരെ വാർഡുകൾ എന്നത് 26 മുതൽ 53 വരെയാകും. കോർപ്പറേഷനിൽ 55 മുതൽ 100 വരെ എന്നാൽ 56 മുതൽ 101 ആയി മാറാനാണ് സാധ്യത. എന്തായാലും ഗവർണർ ഇത് തിരിച്ചയച്ചിട്ടുണ്ട്. എന്തായാലും അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.